ഈ കന്നഡയിൽ പറഞ്ഞല്ലോ, ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഒന്ന് പറയാമോ? ഞാൻ ആദ്യം കന്നഡ, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ശ്രീധർ സാറിൻ്റെ പടമാണ് അഭിനയിക്കാൻ പോകുന്നത്, ഞാനും ഒരു തൊഴിലാളി എന്നും പറഞ്ഞിട്ട്. അപ്പം അതിൽ എന്നെ റെക്കമെൻഡ് ചെയ്തത് കമൽഹാസനാണ്. അപ്പോൾ അതിലാദ്യം ഒരു ഹീറോയിനായിട്ട് റീഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഉണ്ണിമേരി ചേച്ചി അഭിനയിച്ചു, അതും റീഷൂട്ടായിട്ട് പിന്നീടാണ് എന്നെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയില്ല 3 ഭാഷയുണ്ടെന്ന്. എനിക്കവർ പറഞ്ഞത് തമിഴും തെലുഗും, അപ്പോൾ രണ്ടും അറിയാമെന്നുള്ള ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം ദേ 3ാമതൊരു ഭാഷയും കൂടി, കന്നഡ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഫസ്റ്റ് ഡയലോഗ്, അതായത് അങ്ങേര് പണക്കാരൻ, അതിൻ്റെ മുതലാളി, അങ്ങേര് വേലക്കാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പം ഞാനത് മനസ്സിലാക്കും, ഇങ്ങേരാണ് മുതലാളി, അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വേലക്കാരനായിട്ട് വന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന്, വേലക്കാരുടെ കൂടെ ഇരുന്ന് അങ്ങേര് ആഹാരം കഴിക്കുമ്പോൾ ഞാൻ ഡയലോഗ് പറയുന്നതായിട്ട്, ಕೊಟ್ಯಾಧೀಶ್ವರಾದ ನೀವು ಚಿನ್ನದ ತಟ್ಟೆಯಲ್ಲಿ ಹೊದ್ದೊತ್ತಿ ಊಟ ಮಾಡೋ ಸ್ಥಿತಿಲಿದ್ರು ನಿಮಗೇನು ಹಣೆ ಬರಹ ನನ್ನ ಜೊತೆ ಕೂತ್ಕೊಂಡು ಊಟ ಮಾಡಬೇಕು. അതായത് കോടീശ്വരനായ നിങ്ങൾ പൊദ്ദൊത്തിക്ക് സമാസമയത്തിൽ ചിന്നത്തട്ട്, ചിന്ന എന്ന് വെച്ചാൽ ഗോൾഡ് തട്ടിൽ ആഹാരം കഴിക്കേണ്ട നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്? ഇതങ്ങോട്ട് പറഞ്ഞ് ഞാൻ കരച്ചിലും തുടങ്ങി. അസിസ്റ്റന്റ് ഡയറക്ടർ ആ ഡയലോഗ് പറഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്തോന്ന്? ഇതാണ് കന്നഡ ഭാഷ. ഞാനിങ്ങനെ കമൽഹാസനെ നോക്കിയപ്പോൾ ഇങ്ങനെ കാണിക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ മലയാളത്തിൽ സംസാരിക്കും, ചേട്ടാ ഇത് എന്തോന്നത്? ഇത് കന്നഡ ഭാഷ പറയണം. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 2 ലാംഗ്വേജാണ് പറഞ്ഞത്. അയ്യടാ 3 ലാംഗ്വേജ് എന്ന് പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അവിടുത്തെ ഗവൺമെൻറ് സ്റ്റുഡിയോ, RSC സ്റ്റുഡിയോ മദ്രാസിലെ, അവിടെയാണ് ഷൂട്ടിങ്, ഒരു സ്റ്റാച്യുവിൻ്റെ താഴെ. അങ്ങേരെ പറയണു, ഞാൻ മലയാളത്തിൽ എഴുതണു, അവർ പറയുന്ന പ്രൊനൗൺസിയേഷൻ കമൽ ചേട്ടൻ വന്നിട്ട് അങ്ങനെയല്ല, ഹൊദ്ദൊത്തിക്ക് ഇങ്ങനെ പറയണം, കോട്യാധീശ്വര എന്ന് പറയണം എന്നൊക്കെ. ഒരു രക്ഷയില്ല. എനിക്ക് സങ്കടം വന്നിട്ട്, കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടല്ലേ. 3ാമത് ഹീറോയിനെ പോയിട്ട് ഇതും വരാതെ പോലെ ഇരിക്കുന്ന ഡയറക്ടർ ശ്രീധർ സാറ്. എനിക്കങ്ങ് സങ്കടം. അപ്പം കമൽ പുള്ളി പറഞ്ഞു, ഒരു 1 മണിക്കൂർ നിനക്ക് ബ്രേക്ക് തന്നു, അപ്പം ഞങ്ങൾ ഫൈറ്റ് എടുത്തോളാം, നീ പോയി ഡയലോഗ് പഠിച്ചിട്ട് വാന്ന്. മേക്കപ്പ് റൂമിൽ പോയിട്ട് ഈ പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കില്ലേ, പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഡയലോഗ് പറഞ്ഞത്.